ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരേ സമയം സൂര്യനെയും അതുപോലെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ മോഡലുകളുടെ സഹായത്താൽ നിർമ്മിച്ച അതിവേഗതയിലുള്ള ടൈം ലാപ്സ് ആണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലായ്പ്പോഴും സൂര്യനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സൂര്യൻ എപ്പോഴും ചക്രവാളത്തിൽ തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഉദിക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്നും താഴേക്ക് പോവുകയോ ചെയ്യുന്നില്ല. ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയുമായി സൂര്യൻ 1 മുതൽ 1.5 ഡിഗ്രി ആംഗിൾ മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ. അതെല്ലായ്പ്പോഴും അപ്രകാരം തുടർന്നു പോവുകയാണ്. സൂര്യൻ അവിടെ നിന്നും ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ സൂര്യന്റെ പ്രകാശം സൃഷ്ടിക്കുന്ന നിഴലുകൾ എപ്പോഴും ഇപ്രകാരം അവിടെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭൂമിയിലേക്കൊന്ന് നോക്കുക. ഭൂമിയെ നമുക്കിവിടെ തീർത്തും വിചിത്രമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്കൂളുകളിൽ നമ്മൾ ഗ്ലോബിന്റെ ഷേപ്പിൽ ഭൂമിയെ കണ്ടിട്ടുണ്ട്. അതുപോലെ കമ്പ്യൂട്ടറൈസ്ഡ് മോഡലുകളുടെ രൂപത്തിലും നമ്മൾ വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭൂമി എങ്ങനെയാണോ കറങ്ങുന്നത് അതിന്റെ നേരെ വിപരീത ദിശയിലൂടെയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഭൂമി തലകുത്തനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് എന്ത് കാരണത്താലാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരു രംഗത്തിലേക്ക് കടന്നു ചെല്ലാം. നമ്മളിപ്പോൾ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ നോക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ തലകീഴായി നിൽക്കുന്നതായിട്ടായിരിക്കും അനുഭവപ്പെടുക. അവിടെ നിന്നും നമ്മൾ താഴേക്ക് എപ്പോൾ വേണമെങ്കിലും വീഴാമെന്ന തോന്നൽ ഭൂമിയിൽ നിൽക്കുന്ന ആൾക്ക് ഉണ്ടാകുന്നതാണ്. പക്ഷേ അത് വ്യൂ പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണ്. ചന്ദ്രനിൽ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ കാലുകൾ ബലമായി ചന്ദ്രന്റെ പ്രതലത്തിൽ ഉറപ്പിച്ചു തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അവിടെ നിന്നും ഭൂമിയുടെ ഉത്തര ധ്രുവത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വ്യക്തി തലകീഴായി നിൽക്കുന്നതായിട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. ഈ പ്രതിഭാസത്തിന്റെ ഏറ്റവും കാതലായ കാരണം ആ ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റിയാണ്. നമ്മൾ ഒരു ഗ്രഹത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിന്റെ മധ്യഭാഗം നമ്മളെ അവിടേക്ക് ചേർത്ത് പിടിച്ചു വെക്കുന്നതാണ്. പക്ഷേ ഭൂമിയുടെ ഈ കറക്കം ചന്ദ്രന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതിന്റെ കാരണം ഭൂമിയും ചന്ദ്രനും തമ്മിൽ പരസ്പരം ടൈഡലി ലോക്ക്ഡ് ആണ്. അതായത് എല്ലാ സമയവും ഭൂമിയുടെ ഒരൊറ്റ ഭാഗം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നേരെ തിരിച്ചും അപ്രകാരം തന്നെയാണ്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ നോക്കിയാണെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. Subscribe this channel for more videos.